പറഞ്ഞാൽ മതിയോ അത് ആദ്യം പറയണമായിരുന്നു? അല്ല, ആദ്യം സ്മിത പറഞ്ഞ പോലെ ഐ എം സ്മിത. കറന്റ്ലി ഐ എം ഇൻ കറന്റ്ലി ഇപ്പൊ ഞാൻ UAE-യിലാണ്. ഐ എം വർക്കിംഗ് ആസ് എ പ്ലേ സ്കൂൾ അസിസ്റ്റന്റ്. ഇന്ന് നമുക്ക് റിയൽ ലൈഫിൽ ഒരു സംഭാഷണം അങ്ങ് പഠിക്കാം. ഓക്കെ, സദ്ഗുരുവേ ശരണം. സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജിത്ത്. അപ്പോൾ ആദ്യം ഞാനൊരു റിഹേഴ്സൽ, ഞങ്ങൾ ആദ്യം ആ ഒരു കാര്യം, ഇന്നത്തെ ആക്ടിവിറ്റി ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ സ്മിത നോട്ട് ചെയ്തിട്ട് സ്മിത അത് പ്രാക്ടീസ് ചെയ്തു. ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ റെഡിയായി ആള് യൂട്യൂബിൽ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഉപയോഗപ്പെടും കേട്ടോ. അപ്പം അതിൽ ഞങ്ങൾ സംസാരിക്കുന്നത് നന്നായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് അവിടെ ആ ഒരു മിസ്റ്റേക്ക് വന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ശരിയാക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം. അപ്പം കണ്ടോളൂ. അപ്പോൾ ഇതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ഒക്കെ ചേരാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ വിളിക്കുക. ഹായ് സ്മിത, ഗുഡ് ഈവനിങ്. ഹായ് മാം, ഗുഡ് ഈവനിങ്. സ്മിത, എന്റെ വ്യൂവേഴ്സിനെ ഒന്ന് സ്മിത ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സ്മിത ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. യെസ് മാം, പ്ലീസ്. ഐ എം സ്മിത. Currently I am in UAE. I am working as a play school assistant. Okay. Assistant. Actually, I am from Kerala, Idukki district of Kerala. Okay. I have been working in Dubai for 2.5 years. Okay. I visit Kerala once in a year. Oh. I have been doing a spoken English class with Ashalada ma'am since August. Okay. Thank you, Smita. Well done. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ തന്നെ സ്മിത വില്ലിംഗ് ആയി, റെഡിയായി. നമുക്കിപ്പോ യൂട്യൂബില് കാണിക്കുമ്പോ പഠിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ ചിലപ്പോ മടിയൊന്നും ഇല്ലാതെ അപ്പൊ തന്നെ യെസ് പറഞ്ഞു കേട്ടോ. സോ താങ്ക് യു സ്മിത ഫോർ ദാറ്റ്. ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ സ്മിതയുടെ അടുത്ത് ചോദിച്ചു ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം സ്മിത പറഞ്ഞു, ഇന്ന് രാവിലെ ഇങ്ങനെ ഐ വോക്ക് അപ്പ് അറ്റ് 5:30 AM. then I went to gym എന്ന് പറഞ്ഞു. അപ്പൊ ജിമ്മിൽ പോയ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താണ്, ഞാനത് ചോദിക്കാം. അപ്പോൾ എന്തിനാണ് ഇപ്പൊ ജിമ്മിൽ പോയത് സ്മിത എന്താ ഇങ്ങനെ പോകാൻ കാര്യം? ഇപ്പൊ എല്ലാവരും അങ്ങനെ ജിമ്മിൽ പോകണം എന്ന് ഉള്ള ഒരു ഇത് വന്നെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു റോൾ പ്ലേ പോലെ ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു, പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്കിത് എൻ്റെ വ്യൂവേഴ്സിനെ ഒന്ന് കാണിച്ച് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുവാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളത് ജസ്റ്റ് ഇതാക്കുക. ബട്ട് ആ കോൺഫിഡൻസിന് നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കണം.